ഏതായാലും 2 ദിവസം കേരള രാഷ്ട്രീയം മുൾമുനയിലാകും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. 2 ദിവസമല്ല, ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും നിലമ്പൂർ തന്നെയാകും ചർച്ചയാകുക എന്ന കാര്യത്തിലും സംശയം വേണ്ട. ഇപ്പോൾ അവിടെ നിന്നും അജിത് ബാബു ചേരുന്നു. അജിത്, ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാക്കുന്നുണ്ട് PV അൻവർ. ഒപ്പം ഒരു ക്ലോസ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് 2 ദിവസത്തെ ഒരു പഠനമാണ്, അതിനുശേഷം കാര്യങ്ങൾ തീരുമാനിക്കും എന്നാണ് പറയുന്നത്. എന്ത് വേണം മനസ്സിലാക്കാൻ അൻവറിന്റെ വാക്കുകളിൽ നിന്ന്? ലക്ഷ്മി പത്മ, ഒരു കാര്യം വളരെ വ്യക്തമാണ്. അതായത് കോൺഗ്രസുമായുള്ള ബന്ധം, അതായത് കോൺഗ്രസുമായി അദ്ദേഹം പുലർത്തിയിരുന്ന ബന്ധം, കോൺഗ്രസുമായി സഹകരിക്കുന്നത് ഉൾപ്പെടെയുള്ള UDFന്റെ സഹകക്ഷിയായിട്ട് ഉൾപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയായിരിക്കുന്ന ഘട്ടത്തിൽ അല്പം മുമ്പ് VD സതീശൻ പോലും അതിനോട് അനുകൂലമായി പ്രതികരിച്ചു നിന്നൊരു ഘട്ടത്തിൽ അവിടെ നിന്ന് അൻവർ പറയുന്ന ഈ പ്രസ്താവനകൾ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ ഉയർത്തുന്നത്. ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് വളരെ ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയുമായി വയനാട്ടിൽ വെച്ച് ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയ ആളാണ് ആര്യാടൻ ഷൗക്കത്ത്. അതായത് 3 മാസം മുമ്പ് CPMുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ സ്ഥാനാർത്ഥി ചർച്ച അടക്കം നടത്തി. അതിനുശേഷം ഇത്തരത്തിൽ നിലമ്പൂരിലുള്ള LCകളും ലോക്കൽ കമ്മിറ്റികളും ഏരിയ കമ്മിറ്റികളും അത് പൂർണ്ണമായും എതിർത്തതോടു കൂടിയാണ് അത് നടക്കാതെ പോയതെന്നടക്കമുള്ള ആരോപണങ്ങൾ പറയുന്നു. അതായത് ഒരു പ്രഖ്യാപിച്ച UDF സ്ഥാനാർത്ഥിയെക്കുറിച്ച് വളരെ കൃത്യമായി ഷാർപ്പായുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ അതോടുകൂടി UDFിലേക്ക് ഇനിയൊരു പ്രവേശനം, UDFന്റെ ഭാഗമാകാനുള്ള സാധ്യത അതുകൂടിയാണ് ഇല്ലാതാവുന്നതെന്ന് പറയേണ്ടി വരും. മാത്രമല്ല, താൻ പ്രചരണത്തിൽ ഇറങ്ങുന്നില്ല എന്ന് ഉറപ്പിച്ച് അൻവർ പറയുകയാണ്. വരുന്ന 2 ദിവസം ഇവിടെ തന്നെ ഉണ്ടാകും. ഇവിടെ ഇരുന്നു കൊണ്ട് സാമുദായിക മറ്റ് രാഷ്ട്രീയ നേതാക്കളെ ഉൾപ്പെടെ കാണും. മാത്രമല്ല, നിലമ്പൂരിലെ ജനങ്ങളുടെ പൾസ് എന്താണെന്ന് അറിയും. അതിനനുസരിച്ചായിരിക്കും തീരുമാനമെടുക്കുക എന്ന് പറയുമ്പോൾ അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം, അൻവർ മത്സരിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള 2 ദിവസം, അതായത് കോൺഗ്രസിന് വേണ്ടി UDFിന് വേണ്ടി പ്രവർത്തിക്കാൻ, ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ താൻ ഉണ്ടാകില്ല എന്ന് അടിവരയിട്ട് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് അതിലൂടെ നമ്മൾ വായിച്ചെടുക്കേണ്ടത്. 2, ഇനി ആകെ അറിയേണ്ടത് ലക്ഷ്മി പത്മ സൂചിപ്പിച്ചതുപോലെ അൻവർ സ്ഥാനാർത്ഥിയാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം മാത്രമാണ്. അതായത് 2 ദിവസം എന്ന് പറയുന്നത് അൻവർ സ്ഥാനാർത്ഥിയാകുമോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള ദിവസം മാത്രമാണ്. പക്ഷേ കോൺഗ്രസുമായി UDFുമായി സസ്പെൻസ് ബാക്കിയാണ്. 2 ദിവസം താൻ പഠിക്കുമെന്നാണ് പറയുന്നത്. ഈ പഠനത്തിൽ ചിലപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന് അനുകൂലമായി കാര്യങ്ങൾ വന്നേക്കാൻ, രാഷ്ട്രീയ സാഹചര്യങ്ങൾ അപ്പോൾ മാറിയേക്കാം. ഇപ്പോൾ ഫുട്ബോളിലാണ് യാത്ര. ഒരുപക്ഷെ ബസ്സിനകത്ത് കയറ്റി ഇരുത്തിയാൽ എന്തായിരിക്കും തീരുമാനം എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റില്ല. പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നുണ്ട്. പ്രസാദ്, ഈ 2 ദിവസത്തെ പഠനം ആണ് പറഞ്ഞിരിക്കുന്നത്. അത് കൂടാതെ പറഞ്ഞിരിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങളുണ്ട്. CPMുമായി ചർച്ച നടത്തി ആര്യാടൻ ഷൗക്കത്ത്, അതും MV ഗോവിന്ദനുമായി വയനാട്ടിൽ വെച്ച് ചർച്ച നടത്തിയെന്ന വളരെ ഷാർപ്പായ വിമർശനം ഉന്നയിക്കുകയാണ്. അപ്പോഴും അൻവറിന്റെ ചില നിലപാടുകളെങ്കിലും ചില ആരോപണങ്ങളെങ്കിലും അദ്ദേഹം പിൻവലിക്കുന്നതും മലക്കം മറിയുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ എന്ത് സാധ്യതയാണ് ഈ 2 ദിവസങ്ങളിൽ ഉള്ളത്? ഈ 2 ദിവസത്തെ പഠനം എന്തായിരിക്കും? ലക്ഷ്മി, ഇപ്പോൾ ഈ അൻവർ ഉന്നയിച്ചിട്ടുള്ള ഈ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ മറുപടി പറയാൻ നമ്മളോടൊപ്പം VS ജോയി തന്നെ ചേരുന്നുണ്ട്. ഇപ്പോൾ PV അൻവർ മാധ്യമങ്ങളെ കണ്ടതേ ഉള്ളൂ, പക്ഷെ ഒരുപാട് ആരോപണങ്ങളാണ് പറയുന്നത്. ആദ്യം തന്നെ താങ്കളോട് ചോദിക്കാനുള്ളത്, താങ്കൾക്കൊരു ഗോഡ് ഫാദർ ഇല്ലാത്തത് കൊണ്ടാണ് സ്ഥാനാർത്ഥിയാകാതെ വന്നത്, മലയോര കർഷകരെ അവഗണിച്ചു എന്നുള്ളതാണ്. എന്താണ് അതിന് മറുപടി? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഗോഡ് ഫാദർ ഇല്ലാത്തതിൻ്റെ പേരിൽ അങ്ങനെ പ്രയാസം നേരിടുന്നൊരു പാർട്ടിയല്ല കോൺഗ്രസ്. കോൺഗ്രസിനകത്ത് എനിക്ക് ഒരു ഗോഡ് ഫാദർ അല്ല, ഒരുപാട് ഗോഡ് ഫാദർമാരുണ്ട്. അങ്ങനത്തെ ഒരു പ്രയാസമൊന്നും കോൺഗ്രസിനകത്തില്ല. പിന്നെ മലയോര കർഷകരെ സംബന്ധിച്ച് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും പ്രതിജ്ഞാബദ്ധമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളിൽ നിന്നും അത് തന്നെയാണ്. ഒരു കാര്യം വളരെ വ്യക്തമാണ്. കാരണം താങ്കളുടെ സ്ഥാനാർത്ഥിത്വം ആഗ്രഹിച്ച ഒരുപാട് പേര് ഈ മണ്ഡലത്തിലുണ്ടായിരുന്നു. PV അൻവർ പറയുന്നതിൽ അതൊരു കാര്യമുണ്ട്. അപ്പം അതിനകത്ത് മാനസികമായി ഏതെങ്കിലും തരത്തിൽ ആഗ്രഹിച്ചിരുന്നു, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് ആഗ്രഹിച്ചു? വ്യക്തിപരമായി അങ്ങനെ താല്പര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ആര് സ്ഥാനാർത്ഥിയായാലും, കോൺഗ്രസ് നേതൃത്വം ആര് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചാലും, ഏത് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചാലും ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി അരയും തലയും മുറുക്കി പ്രവർത്തിക്കാൻ കർമ്മരംഗത്തുണ്ടാകുമെന്ന് പാർട്ടി നേതൃത്വത്തിനായി തന്നെ ഉറപ്പ് കൊടുത്തിരുന്നതാണ്. ആ ഉറപ്പ് പാലിക്കുക തന്നെ ചെയ്യും. എങ്ങനെയാണ് ആര്യാടൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ കാണുന്നത്? ഇവിടെ ഒരു വിജയം, ഇപ്പോൾ 2 തവണ PV അൻവറാണ് സ്വന്തം സ്ഥാനാർത്ഥിയെ മത്സരിച്ച് ജയിച്ചതെങ്കിൽ പോലും 2 തവണ LDFന്റെ ഭാഗമായി നിന്ന മണ്ഡലമാണ്. അപ്പോൾ ഉറപ്പായി ഇത് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം തന്നെയാണോ? ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് ആര്യാടൻ ഷൗക്കത്ത്. പ്രത്യേകിച്ച് ജില്ലയിൽ കോൺഗ്രസിനെ വളർത്തി വലുതാക്കിയ ശ്രീ ആര്യാടൻ സാറിൻ്റെ മകനാണ്. പ്രത്യേകിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ, മുനിസിപ്പൽ ചെയർമാൻ എന്ന നിലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള ഒരു നേതാവാണ് ശ്രീ ആര്യാടൻ ഷൗക്കത്ത്. ഏറ്റവും മികച്ച നല്ല പത്തരമാറ്റിൻ്റെ തിളക്കമുള്ള
ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് ഐക്യജനാധിപത്യ മുന്നണി അവതരിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു ആര്യാടൻ മുഹമ്മദ് പിണറായി സത്തെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അൻവർ പറയുന്നത്. എന്താണ് താങ്കളുടെ അഭിപ്രായം? അത് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ UDFന്റെ നേതൃത്വം പറഞ്ഞ് പരിഹരിച്ച് ഒറ്റക്കെട്ടായി ഈ പിണറായി സത്തെ തകർക്കാനുള്ള പോരാട്ടത്തിൽ എല്ലാവരും. ആര്യാടന് പിണറായി സത്തെ തോൽപ്പിക്കാൻ കഴിയുമോ? തീർച്ചയായും അതിന് കഴിയും. തീർച്ചയായും. മറ്റൊന്ന് അദ്ദേഹം പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പിന്തുണയുടെ കാര്യം. ഇപ്പം അവരുടെ പാർട്ടി എങ്ങനെ പിന്തുണയ്ക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുത്തില്ല. രണ്ട് ദിവസം കൂടി, അതായത് ആര്യാടൻ്റെ പിന്തുണയെക്കുറിച്ച് ഇവിടുത്തെ നിലമ്പൂരിലെ ജനങ്ങൾക്കറിയാം. അത് പിന്തുണയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ 2 ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണം, നിങ്ങൾക്ക് പിന്തുണ നൽകാതെ പുറത്തു നിന്ന് നിരീക്ഷിച്ചുകൊണ്ട് ആര്യാടന് പിന്തുണ ഉണ്ടാവും ഇല്ലയോ എന്നുള്ളതൊക്കെ നോക്കിയ ശേഷമേ പിന്തുണ പ്രഖ്യാപിക്കൂ എന്നാണ് പറയുന്നത്. തീർച്ചയായും അദ്ദേഹത്തിന് ആ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ UDF നേതൃത്വം, സംസ്ഥാന നേതൃത്വം ഇടപെട്ട് പറഞ്ഞ് ആ പ്രയാസങ്ങളൊക്കെ പരിഹരിക്കും. ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി ഞങ്ങൾ മുന്നോട്ട് പോകും. അതായത് 2 ദിവസം കൊണ്ട് PV അൻവറിന് ബോധ്യപ്പെടുവോ ആര്യാടൻ ഷൗക്കത്തിന് എല്ലാ പിന്തുണയുണ്ട്? തീർച്ചയായും ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും. മറ്റൊരു കാര്യം കൂടി പറയുന്നത്, താങ്കളും അല്ലാതെ ഈ ഇതിനകത്ത് പ്രതികരിക്കുന്നതിൽ ഒരു വിമിഷ്ടം കാണിക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. എന്തെങ്കിലും തരത്തിൽ ഈ PV അൻവർ താങ്കളോടൊപ്പം വളരെ ശക്തമായി വാദിച്ച ഒരാളാണ്. അതായത് ഇപ്പോൾ പോലും പറയുന്നത് ഞാൻ പറയുന്നുണ്ടല്ലോ ഞാൻ അതിനകത്തൊരു വിമിഷ്ടവും ഒരു പിശുക്കും കാണിക്കുന്നില്ല. നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനും വെടിപ്പായി നല്ല മലയാളത്തിൽ ഞാൻ മറുപടി പറയുന്നുണ്ട്. അതിനകത്തൊരു പിശുക്കുമില്ല. നേരത്തെ പറയുന്നുണ്ട് 1000 തവണ മാറ്റിവെച്ചാലും ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ അത് ഒരു പാർട്ടിയെ പ്രതിസന്ധിയിലാക്കില്ല. അത് എൻ്റെ ഒരു പാരമ്പര്യമാണ്. ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പൈതൃകമാണ്, എൻ്റെ വിശ്വാസ പ്രമാണമാണ്. കോൺഗ്രസിനെ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു വാക്കോ അതുമായി ബന്ധപ്പെട്ടൊരു നടപടിയോ നിലപാടോ എൻ്റെ ഭാഗത്ത് ഉണ്ടാവില്ല. ഒരു ഗുരുതരമായ ആരോപണം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതായത് CPM-മായി 2 മാസം മുമ്പ് സ്ഥാനാർത്ഥി ചർച്ച നടത്തിയ ആളാണ് എന്ന് ആര്യാടൻ ഷൗക്കത്ത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. താങ്കൾക്ക് ഏതെങ്കിലും തരത്തിൽ അത്തരത്തിൽ അറിവുണ്ടായിരുന്നു? ഞാൻ ഈ ആരോപണങ്ങളൊന്നും കേട്ടിട്ടില്ല. കേവലം കേട്ടുകേൾവിയുടെ അടിസ്ഥാന സമ്മേളനത്തിൽ ഞാൻ കേട്ടിട്ടില്ല. ഏതായാലും ഈ വിഷയങ്ങളൊക്കെ ഞാൻ പൊതുവെ പറഞ്ഞല്ലോ, അദ്ദേഹവുമായിട്ടുള്ള വിഷയങ്ങളൊക്കെ UDFന്റെ സംസ്ഥാന നേതൃത്വം ഇടപെട്ട് ഈ വിഷയങ്ങളൊക്കെ പരിഹരിക്കും. അപ്പോൾ പരിഹരിക്കപ്പെടേണ്ട വിഷയങ്ങൾ ഇവിടെയുണ്ട്. അദ്ദേഹം പറഞ്ഞ വിഷയങ്ങളൊക്കെ അഭിപ്രായ വ്യത്യാസമാണല്ലോ, അത് സ്വാഭാവികമായിട്ടും പരിഹരിക്കും. സ്ഥാനാർത്ഥിത്വമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM-മായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അറിയില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ വളരെ സജീവമായി. തീർച്ചയായും സന്തോഷം. ലക്ഷ്മി, അതാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. എന്തായാലും PV അൻവർ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളിൽ അതിൽ ഒന്നും തന്നെ കൃത്യമായിട്ടുള്ള മറുപടികൾ അദ്ദേഹം പറയുന്നില്ല. എല്ലാം പരിഹരിക്കും എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. എന്തായാലും നേരത്തെ എല്ലാവരെയും കണ്ട സമയത്ത് അദ്ദേഹം പറഞ്ഞ പോലെ 1000 തവണ സീറ്റ് നിഷേധിക്കപ്പെട്ടാലും ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പാർട്ടി പ്രവർത്തകരെ വേദനിപ്പിക്കില്ല എന്നുള്ളതാണ് VS ജോയ് പറയുന്നത്. വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. PV അൻവർ എന്തായാലും 2 ദിവസത്തെ സാവകാശം അനുവദിച്ചിട്ടുണ്ട് UDFന്. ആര്യാടൻ ഷൗക്കത്തിന് അദ്ദേഹം കരുതുന്നത് പോലെ ജനപിന്തുണയില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ആ ജനപിന്തുണയുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടി 2 ദിവസം PV അൻവർ അനുവദിച്ചിട്ടുണ്ട്. എന്തായാലും അതൊരു വിചിത്രമായ കാര്യമാണ്. ഒരു രാഷ്ട്രീയ നേതാവ് ഒരു പാർട്ടിക്ക് പിന്തുണ കൊടുക്കുന്നതിന് വേണ്ടി 2 ദിവസത്തെ സാവകാശം അവർക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് കാണാം, നിലമ്പൂരിലെ പോര് അത്ര വളരെയധികം കടുക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. PV അൻവർ മത്സരിക്കുമോ അല്ലെങ്കിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതെല്ലാം തന്നെ വരും ദിവസങ്ങളിൽ നമുക്ക് 2 ദിവസത്തിന് ശേഷം മാത്രമേ അതിൽ വ്യക്തത വരുള്ളൂ. അതിനകം ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കാൻ കഴിയുമെന്നൊരു നിലപാടും ആത്മവിശ്വാസവുമാണ് VS ജോയ് ഉൾപ്പെടെയുള്ള ആളുകളും പങ്കുവെക്കുന്നത്. അതിൽ VS ജോയിയുടെ പ്രതികരണം താങ്കൾ പ്രസാദ് പറഞ്ഞതുപോലെ വളരെ അളന്നു തൂക്കിയാണ് VS ജോയ് സംസാരിക്കുന്നത്. ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും വളരെ കൃത്യതയുള്ള, വളരെ വളരെ അനുസരണയുള്ള ഒരു കുട്ടി ക്ലാസ് റൂമിൽ മറുപടി പറയുന്ന അതേ കൃത്യതയോടെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പാളാതെയുള്ള മറുപടി തന്നെ VS ജോയിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, അൻവറുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്ത് പരിഹരിക്കും, പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്ത് പരിഹരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ സ്ഥാനാർത്ഥിയാകാത്തതിലുള്ള എന്തെങ്കിലും നിരാശ അദ്ദേഹത്തിന് ഉണ്ടോ എന്നറിയില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെയും അത് ഏതായാലും മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നതുമില്ല. ശാന്തകുമാർ ചേരുന്നുണ്ട് നമുക്കൊപ്പം. ശാന്തകുമാർ, നേരത്തെ പറഞ്ഞതുപോലെ ഈ ഫുട്ബോളിലാണ് ഇപ്പോൾ യാത്ര, അത് ബസ്സിനകത്ത് കയറ്റിയിരുത്തുവാനുള്ള ഒരു സമ്മർദ്ദ തന്ത്രമാണോ ഇപ്പോൾ അൻവർ കളിക്കുന്നത്? അങ്ങനെ കരുതാമോ നമുക്ക് ഈ 2 ദിവസത്തെ പഠനത്തെ? ലക്ഷ്മി, അൻവറിൻ്റെ ഒരു രീതി അതുതന്നെയാണ്. അൻവർ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ, അൻവർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പായില്ലെങ്കിൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടാക്കുകയും അത് പരസ്യ പ്രസ്താവനയിലേക്ക് എത്തുകയും ചെയ്യും. നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ്. നേരത്തെ CPM-നെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും അൻവർ ആദ്യം ഉന്നയിച്ചത് SP ഓഫീസിലെ ഒരു മരമുറിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ പിന്നീട് അതെത്തിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും പിന്നെ മുഖ്യമന്ത്രിയിലേക്കും എത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെയാണ് PV അൻവർ MLA സ്ഥാനത്തിന് രാജിവെക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നത്.
ഒരു ഘട്ടത്തിലും CPM പോലും ഒരു ഘട്ടത്തിൽ പോലും PV അൻവറിനോട് MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നില്ല. അത്തരം ഒരു ആവശ്യവും ഉയരാത്ത സാഹചര്യത്തിലാണ് അൻവർ തന്നെ സ്വയം രാജിവെച്ച് തൃണമൂൽ കോൺഗ്രസ് എന്ന ഒരു പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിക്കാനും അത് CPM-നെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും അതിരൂക്ഷ വിമർശനവും ആ രാഷ്ട്രീയത്തെ എതിർത്തുകൊണ്ടും പ്രചരണ രംഗത്ത് ഉണ്ടാവുമെന്ന് ഉറപ്പിച്ചാണ് UDF-ന്റെ സഹായത്തിന് വേണ്ടി ഒപ്പം പോയത്. ആ UDF-ന്റെ സഹായത്തിന് വേണ്ടി പോയിട്ടും അതിനൊരു കൃത്യത ലഭിക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ അൻവറിനെ പ്രകോപിതനാക്കിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ PV അൻവർ നേരത്തെ ആവശ്യപ്പെട്ടത്, PV അൻവർ MLA സ്ഥാനം രാജിവെക്കുമ്പോൾ തന്നെ ആവശ്യപ്പെട്ടത് ജോയ് മികച്ച സ്ഥാനാർത്ഥിയാണ്, ജോയ്ക്ക് മികച്ച ജനപിന്തുണയുണ്ട് എന്ന് അന്ന് പറഞ്ഞു തുടങ്ങിയതാണ്. അത് ഇപ്പോൾ ഇന്ന് രാവിലെ അത് വീണ്ടും ആവർത്തിക്കുന്നു. അത് പുതിയ രൂപത്തിലേക്ക് മാറിയിരിക്കുന്നു. അതായത് ഈ നിലവിൽ UDF പ്രഖ്യാപിച്ച ഒരു സ്ഥാനാർത്ഥി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുമായി ആശയവിനിമയം നടത്തി, ചർച്ച നടത്തി, 2 മാസം മുമ്പ് ചർച്ച നടത്തി കഴിഞ്ഞിരുന്നു. അങ്ങനെ തീർച്ചയായും ഈ ആരോപണങ്ങളിലൊക്കെ വരും ദിവസങ്ങളിലും അൻവർ ഉറച്ചു നിൽക്കുമോ എന്നുള്ളത് തന്നെയാണ് അറിയേണ്ടത്. ഈ